today the main fight is against the ideology of the RSS and the ideology of the Congress Party. ഇന്ന് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പോരാട്ടം എന്ന് പറയുന്നത് RSSന്റെ പ്രത്യയശാസ്ത്രവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രവും തമ്മിലുള്ള പോരാട്ടമാണ്. And I want to explain a little bit about how I see this fight. ഈ പോരാട്ടത്തെ ഞാൻ എങ്ങനെയാണ് കാണുന്നത് എന്ന് നിങ്ങളോട് ഞാൻ അല്പം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. So the BJP people, the Prime Minister, they say one nation, one people, one language, one leader. പ്രധാനമന്ത്രിയും ബിജെപിയും പറയുന്നത് എന്താണ്? ഒരു രാജ്യം, ഒരു ആളുകൾ, ഒരു ദേശം, ഒരു നേതാവ്. ഇതാണ് ബിജെപിയും അവരുടെ രാഷ്ട്രീയ പാർട്ടിയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയും. And this is a fundamental misunderstanding of our country. ഇതെന്ന് പറയുന്നത് ഒരു ദേശം, ഒരു നേതാവ് എന്നെല്ലാം പറയുന്നത് നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഒരു തെറ്റിദ്ധാരണയാണ്. Because language is not something that is imposed from the top. Language is something that comes out from inside the person, inside the heart of the person. ഒരർത്ഥത്തിൽ പറയുമ്പോൾ ഭാഷ എന്ന് പറയുന്നത് മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല. ഭാഷ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒന്നാണ് ഭാഷ. To tell a person from Kerala that your language is inferior to Hindi, for example, is a insult to the people of Kerala. ഉദാഹരണത്തിന് കേരളത്തിലെ ആളുകളോട്, നമ്മൾ മലയാളികളോട് പറയുകയാണ് നിങ്ങളുടെ ഭാഷയായ മലയാളം ഹിന്ദിയേക്കാൾ താഴെയാണെന്ന് പറഞ്ഞാൽ അത് മലയാളത്തോടും മലയാളികളോടുമുള്ള അപമാനമാണ്. It is like saying what is coming out of your heart is inferior to what is coming out of the heart of a person in Uttar Pradesh. അതിങ്ങനെ പറയുന്നതിന് തുല്യമാണ്. മലയാളികളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യം, മലയാളികളുടെ ഹൃദയത്തിൽ വരുന്ന ഭാഷ, അത് ഉത്തർപ്രദേശിലുള്ള ഒരാളുടെ മനസ്സിൽ നിന്ന് വരുന്ന ഭാഷയെക്കാളും അതിനേക്കാളും താണതാണെന്ന് നിങ്ങളോട് പറയുന്നതിന് തുല്യമാണ്. Malayalam is not just a language. It is your link to your civilization. മലയാളം എന്ന് പറയുന്നത് കേവലം ഒരു ഭാഷ മാത്രമല്ല. മലയാളം എന്ന് പറയുന്നത് കേരളത്തിന്റെ സംസ്കാരത്തോടെ, കേരളത്തിന്റെ നാഗരികതയോടെ മലയാളികൾക്കുള്ള ബന്ധമാണ്. When a child is taught Malayalam, he is not just being taught how to speak. He is being taught the history of Kerala, the culture of Kerala, the affection, the respect of Kerala. That's what he's being taught. ഒരു കുഞ്ഞിനെ നമ്മൾ ഉദാഹരണത്തിന് മലയാളം പഠിപ്പിക്കുമ്പോൾ ആ കുഞ്ഞിനെ വെറും ഒരു ഭാഷ മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രമാണ് നമ്മൾ ആ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത്. കേരളത്തിന്റെ സംസ്കാരമാണ് നമ്മൾ ആ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരോട് കേരളത്തിനുള്ള ബഹുമാനവും സ്നേഹവുമാണ് മലയാള ഭാഷ പഠിപ്പിക്കുന്നതിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നത്. So he is not just being taught how to speak. He's being taught how to listen. He's being taught how to believe. He's being taught how to respect. These are all things that come out of communication of the language. ഒരു കുഞ്ഞിനെ നമ്മൾ മലയാളം പഠിപ്പിക്കുമ്പോൾ ആ ഭാഷ സംസാരിക്കാൻ മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. ആ കുഞ്ഞിനെ കേൾക്കാൻ നമ്മൾ പഠിപ്പിക്കുകയാണ്. ആ കുഞ്ഞിനെ ബഹുമാനിക്കാൻ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഭാഷയിലൂടെ ആശയവിനിമയം മാത്രമല്ല, മറ്റുള്ളവരെ ബഹുമാനിക്കൽ, മറ്റുള്ളവരെ കേൾക്കൽ, സംസ്കാരം പഠിക്കൽ, ഇതെല്ലാമാണ് ഭാഷയിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. It is the same. It is the same for history. It is the same for culture. It is the same for religion. It is the same for language. These things emerge from inside a person. ഇത് ഭാഷയുടെ കാര്യത്തിൽ മാത്രമല്ല, ചരിത്രമാകട്ടെ, സംസ്കാരമാകട്ടെ, മതമാകട്ടെ, എല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നത്, ഉത്ഭവിച്ചു വരുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ്. It is like looking at a bouquet of flowers and telling the red rose that we don't like that you are red, we want you to be white. ഇത് പൂക്കളെല്ലാം നിറഞ്ഞ ഒരു ബൊക്കയിൽ നോക്കി പറയുകയാണ്, ചുവന്ന പൂവിനോട് നോക്കി പറയുകയാണ്, ഞങ്ങൾ നിങ്ങളെ ചുവന്ന പൂവായി കാണാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ മറ്റു നിറത്തിലേക്ക് മാറണം എന്നൊരു ചുവന്ന പൂവിനോട് നോക്കി പറയുന്നത് പോലെയാണ് അനേകം ഭാഷകളുടെ കൂട്ടത്തിൽ ഒരു ഭാഷ മറ്റു ഭാഷയേക്കാൾ ചെറുതാണ്, മോശമാണെന്ന് പറയുന്നത്. It is like saying to a bouquet of flowers that we want every flower to be white. We don't want red flowers, we don't want purple flowers, we don't want yellow flowers, we just want white flowers. ഒരു ബൊക്കയെ നോക്കി പറയുകയാണ്, എല്ലാ പുഷ്പങ്ങളോടും പറയുകയാണ്, നിങ്ങൾ എല്ലാം വെള്ള കളറിലാകണം, നിങ്ങൾക്ക് ചുവന്ന നിറം വേണ്ട, പച്ച നിറം വേണ്ട, എല്ലാ കളറുകളും വെള്ള കളറിലാകണം എന്ന ഒരു ബൊക്കയെ നോക്കി പറയുന്നത് പോലെയാണ് എല്ലാ ഭാഷകളും മാറ്റി ഒരേ ഭാഷ മാത്രം മതി എന്ന് പറയുന്നത്. And India is like a bouquet of flowers.
ഇന്ത്യ എന്ന് പറയുന്നത് വിവിധ നിറങ്ങളിലുള്ള വിവിധ പുഷ്പങ്ങൾ ചേർന്ന ഒരു ബൊക്കെ പോലെയാണ്. And every flower has to be respected because every flower promotes the beauty of the bouquet. അതിലെ ഇന്ത്യ എന്ന് പറയുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ ചേർന്ന ഈ ബൊക്കയിലെ ഓരോ പൂവും ബഹുമാനിക്കപ്പെടണം. കാരണം ഇതിലെ വിവിധ നിറത്തിലുള്ള ഓരോ പൂവും ആ ബൊക്കയുടെ സൗന്ദര്യം കൂട്ടുന്നത് പോലെ ഈ രാജ്യത്തിന്റെ സൗന്ദര്യവും കൂട്ടുന്നു. And this idea that India should have only one leader is an insult to every single young Indian person. ഈ രാജ്യത്ത് ഒരേ ഒരു നേതാവ് മതി എന്ന ആശയം